അതെ, നമ്മൾ ട്രസ്റ്റാണ് എല്ലായിടത്തും കാര്യം. ഒരു ആളിപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യും ഒരാളെ. ഇപ്പം സപ്പോസ് നമ്മളൊരു കസ്റ്റമർ നമ്മുടെ ഒരു ബുക്ക് ചെയ്യാണ് അയാൾ ഒരു എഗ്രിമെന്റ് പുറത്താണ് നമ്മൾ ആ ഒരു ബുക്കിംഗ് പോകുന്നത്. അയാളുടെ എമൗണ്ട് ആണ് എൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതൊരു ക്യാൻസലേഷൻ ആക്കാൻ നമുക്ക് ക്യാൻസലേഷൻ ആയി കഴിഞ്ഞാൽ ആ ഒരു പേയ്മെന്റ് നമുക്ക് ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലുപരി അതിൻ്റെ ഒരു 10 ഇരട്ടി അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന് തന്നെ സമ്പാദ്യം നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പം 9th പ്രോജക്റ്റാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. ഫ്ലാറ്റ്സിൻ്റെയും വില്ലാസിൻ്റെയും ഉണ്ട്. അപ്പം 9th പ്രോജക്റ്റാണ്. ഇപ്പം ഞാൻ ഹൈ റൈസ്ഡ് ബിൽഡിങ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ 1+3 സ്റ്റോറി ബിൽഡിംഗ് എന്നായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഇനിഷ്യലി വന്നിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അത് ഒരുപാട് പാടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കൺവിൻസ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്, ഇതാണ് സ്പേസ്. പിന്നെ ടെക്നിക്കലി ഞാൻ അത്ര ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് സംസാരിച്ച് കസ്റ്റമേഴ്സിനെ ഒന്ന് പിടിച്ചിടാൻ പറ്റും. ആരായാലും പെട്ടെന്ന് അങ്ങ് പോവില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞ് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റും. പിന്നെ ടെക്നിക്കൽ നോവാന്ന് കുറവായിരുന്നു. നമ്മൾ ത്രൂ എക്സ്പീരിയൻസ്, നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാണ് ഞാൻ ഇതിൽ ഇൻഡസ്ട്രിയിൽ വന്നത്. ഈ ഒരു ഫീൽഡല്ല, നമ്മുടെ ബിസിനസ്സിലായാലും നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടെയാണ് എന്താണ് ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ സൂപ്പർ ബിൽഡപ്പ് ഏരിയ, കാർപ്പറ്റ് ഏരിയ, പ്ലിന്ത് ഏരിയ, ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ, സ്ട്രക്ചറൽ ഡ്രോയിങ്, അത് പ്ലിന്ത് ബീം എല്ലാം ഇങ്ങനെ ഇതിൽ കൂടെ നമ്മൾ ഇതിൻ്റെ ഡ്രോയിങ് കണ്ടും എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചും ആർക്കിടെക്ചറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചെടുത്തതും. അങ്ങനെ ഇപ്പം ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എവിടെയായാലും ടെക്നിക്കൽ പിന്നെ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുഡ് വിൽ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി 2 പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ 4 പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്. ഇപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 21 കസ്റ്റമേഴ്സ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. That is through the prior existing products എന്നായിരിക്കും. ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ ഉള്ള കസ്റ്റമേഴ്സിന്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിരുന്നു. വേർഡ് ഓഫ് മൗത്ത്. അതെ, മൗത്ത് പബ്ലിസിറ്റി തന്നെയായിരുന്നു. നമ്മൾ അല്ലാതെ പ്രിന്റ് മീഡിയ അല്ലാതെ ഒരു ടെലിവിഷൻ ഒരു മാർക്കറ്റിംഗ് ഒന്നും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കാര്യം ഞങ്ങളുടെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് കുറവായിരുന്നു. നമുക്കൊരു ഫ്ലാറ്റിൽ തന്നെ നമുക്കൊരു 11 യൂണിറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ ഒരു പരസ്യം കൊടുക്കും, ചെറിയൊരു ആഡ് കൊടുക്കുമ്പോൾ നമുക്കൊരു 100 to 200 എൻക്വയറീസ് വരും. അതിൽ നിന്ന് സെല് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വെറും 11 ഉള്ളൂ. തീർച്ചയായിട്ടും അതിൽ നമ്മൾ 11 ആ ആഡിൽ നമ്മൾ സെല് ചെയ്യണ്ട. ഒരെണ്ണം സെല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പണി ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ആ ഒരു സ്ട്രെയിൻ എടുത്ത് നമ്മൾ മുന്നോട്ട് ഇറങ്ങാന്നുള്ളൂ. പിന്നെ ഡെഡിക്കേഷൻ. നമ്മൾ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മൂവിയിൽ അധികം നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. ഒരു പരിധി വരെ ഇതും മീഡിയയും മറ്റത് ഒരു പാരലായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇൻഡസ്ട്രിയിൽ നമ്മൾ അത്യാവശ്യം ഉണ്ട്. നമുക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അത് കാരണം ഉള്ള 2-3 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മീഡിയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മീഡിയ ഈസ് എ കൈൻഡ് ഓഫ് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറയാൻ മീഡിയ എന്ന് പറയുന്നതല്ല, നമ്മൾ തമ്മിലുള്ള ടാലന്റ്. അത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും വിൽ ബി അഡിക്റ്റഡ് ടു ദാറ്റ്. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ടൈറ്റാനിക് എന്ന് പറയുന്ന മൂവിയിലെ ഏറ്റവും ലാസ്റ്റ് വയലിൻ വായിക്കുന്നില്ലേ, അത് ശരിക്കും എന്ത് റിയാലിറ്റിയാണ് അത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഹാർട്ടിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു സീനാണ്. കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളൊരു ഡാൻസ് ഷോ, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങളൊരു ക്യാമ്പ് ചെയ്തു. ഒരു 5 to 6 days ഒക്കെ ക്യാമ്പ് കഴിഞ്ഞ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോയാലും നമുക്ക് അന്ന് ലാസ്റ്റ് ഡേ പോകുന്നതിന് മുമ്പ് ഒരുമിച്ച് ഡിന്നർ കഴിച്ച് സംസാരിച്ച് അത് പോകാൻ തോന്നില്ല. അത് അങ്ങനെ ഒരു ഇതുണ്ട്. സെയിം തന്നെയാണ് ഇത് നമ്മൾ ഇതിലോട്ട് നമ്മൾ വലിച്ചു പോകും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്ര 100% സെക്യൂർഡ് അല്ല എന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെ ലൈഫ് സെക്യൂർഡ് ആയിരിക്കണം, അല്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ട് 100% റൈറ്റ് സൈഡ് ആണ്. ബിക്കോസ് ഇന്നും ഞാനും ഒരു ഡാൻസറാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് കൂടി പോവും. നമ്മൾ ബാക്കിയുള്ള എൻവയോൺമെന്റ് മറന്നു പോകും. പക്ഷെ തന്നെ നല്ല റോക്ക് സോങ്സ് വരുമ്പോൾ കൈയും കാലും തന്നെ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ടൈം ഡിവൈഡ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ശരിക്കും കുറെ കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നും പെട്ടെന്ന്. അപ്പം നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ദൈവം നമുക്കൊരു ടൂൾ തന്നിട്ടുണ്ട്. അതും ലുക്രേറ്റീവ് ടൂൾ. അതെ
അതില് ആ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് ഒരു അപ്രീസിയേഷൻ അതിൽ കിട്ടും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. റിലാക്സേഷൻ ആയി, ലുക്രേറ്റീവ് ഇൻകമും ആയി, എന്താ പറയാ, നമുക്ക് ഉള്ള ടെൻഷനും പോയി. പിന്നെ അതിലുള്ള നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സെലക്റ്റീവ് ആവാൻ പറ്റും. നമ്മളെല്ലാം ചെയ്യണം. നമുക്ക് ഈ മാസം 2-3 പ്രോഗ്രാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ടെൻഷനൊന്നുമില്ല. നമുക്ക് ഏറ്റവും നല്ലതാണ് ഞാനത് ചെയ്താൽ നന്നായിരിക്കും, എനിക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് അതിനുള്ള സമയമുണ്ട്, സന്ദർഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിക്കോസ് യു ഹാവ് സെറ്റ് എ ബേസ് ഫോർ യുവർ സെൽഫ്. മറ്റുള്ളവർക്ക് അതാണ് ബേസ്. അപ്പോൾ വ്യത്യാസമുണ്ട്. ഫോർ ദം ദാറ്റ് ഈസ് എ നീഡ്. ബേസ് എന്ന് പറഞ്ഞാലും അത് അവരുണ്ടാക്കുന്നതാണ്. എത്രയോ പേര് എനിക്കറിയാം, ഒരുപാട് ഈവൻ ഡോക്ടേഴ്സ് പോലും ജോലി കളഞ്ഞിട്ട് ഇത് സെറ്റിൽ വന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. മൈ ഗോഡ്, ഐ തിങ്ക് ഐ ഹാവ് മിസ്ഡ് ഔട്ട് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് കെയിം ടു മീ. അല്ല ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പം വിചാരിക്കുന്നത് അവർക്ക് അതൊരു പാഷനാണ്, പക്ഷെ അത് അവരുടെ ജോബ് മറന്ന് ലൈഫിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം പാടില്ല. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുള്ള അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒരിക്കലും ഞാനത് വരില്ല, ഞാൻ അങ്ങനെയല്ല, നമുക്ക് എൻ്റെ കാര്യം സെറ്റിൽഡ് ആയിട്ട് നേരെ പോവുക, അതിന്റെ കൂടെ പാരലായിട്ട് കൊണ്ടുപോവുക. ആൻഡ് ലൈക്ക് അച്ഛൻ ബിസിനസ്മാൻ ആയിരുന്നു? അല്ല, ഡാഡി ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഹി സ്റ്റിൽ ഇൻ സർവീസ്. PR ഡീലർ റീജിയൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ ബിസിനസ്സിൽ ഞാനും എൻ്റെ യങ് ബ്രദറും ഉണ്ട്. ഹിസ് നെയിം ഈസ് സാമുവൽ ജേക്കബ്. അവൻ ഇവിടെ ട്രിവാൻഡ്രത്ത് PSS കോളേജിൽ 3rd year സിവിൽ എഞ്ചിനീയറിംഗ്. Okay, he is now into the technical side. Yeah, where you are controlling. And he's also in the business. He's one of the director. Very good. And you were into the automobile industry at first prior experience ennu parayunnathu that was into the automobile industry. How come you got the interest into the construction area? കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി നെയിം സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരാണ് സാംസൺ ജേക്കബ്. അപ്പം ഗ്രാൻഡ് ഫാദർ എഞ്ചിനീയർ ആയിരുന്നു. ഓൾറെഡി ഞങ്ങൾ കൺസ്ട്രക്ഷൻസ് കണ്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡാഡിയുടെ ഫസ്റ്റ് കസിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ DJ അലക്സാണ്ടർ, പുള്ളി ഒരു എഞ്ചിനീയർ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടീമാണുള്ളത്. അതേസമയം നമ്മളൊരു ടെക്സ്റ്റൈൽ യൂണിറ്റ് തുടങ്ങാന്ന് വെച്ചാൽ നമുക്ക് ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു. പിന്നെ എൻ്റെ ബ്രദർ വന്നിട്ടില്ല, പുറത്ത് പോയേക്കാണ്. അത് ആള് 21 years ആയുള്ളൂ, പക്ഷേ എന്നെക്കാളും വളരെ വളരെ സ്മാർട്ടാണ്. ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാനും അങ്ങനെ പറയാറുണ്ട്. അവൻ സ്റ്റഡീസിൻ്റെ കോളേജ് കഴിഞ്ഞ് നേരെ ഓഫീസിലാണ് വരുന്നത്. അവൻ്റെ കോളേജിൽ വേറെ ആരുമില്ല അങ്ങനെ പോകുന്നത്. അവരെല്ലാം കോളേജിൽ പോകും, കോളേജിൽ നിന്ന് നേരെ ഓഫീസ്.